ഈ 2026 വന്നപ്പോഴേ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ഒരു വർഷത്തെ എങ്ങനെയാണ് ഏറ്റവും പ്രൊഡക്റ്റീവും റിസൾട്ട് ഓറിയൻറ്റഡ് ആക്കി മാറ്റി എങ്ങനെ കഴിയുക എന്നുള്ളത്. അതിനൊറ്റ വഴിയുള്ളൂ. കഴിഞ്ഞ 2025 ജനുവരി വന്ന സമയത്ത് നമ്മുടെ അടുത്ത് കുറേ തീരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മളെ ജോബിലും കരിയറിലും ബിസിനസ്സിലും റിലേഷൻഷിപ്പിലൊക്കെ നമ്മളെടുത്ത തീരുമാനങ്ങൾ. ശേഷം ഇപ്പോൾ 2026 ജനുവരിയിൽ എത്തി നിൽക്കുക. ഒരു വർഷം കഴിഞ്ഞു അല്ലേ? ഒരു വർഷം പിന്നിട്ടത് ഒരു മാസത്തെ ദൈർഘ്യം പോലും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദാറ്റ് മച്ച് ഫാസ്റ്റ് ദ ടൈം ഈസ് ഗോയിങ്, റൈറ്റ്? സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? നമ്മളിൽ നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടാൻ പറ്റാത്തൊരു സാധനം ഉണ്ടെങ്കിൽ അത് ടൈമാണ്, അല്ലേ? അപ്പോൾ ഈ സമയത്തെ ഏറ്റവും നല്ല രൂപത്തിൽ എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവിടെ വിജയിക്കാം. അതേതാ? എന്തായിരിക്കും? വി ആർ ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ് ദാറ്റ് യു വിൽ എവർ ഓൺ. നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ അസറ്റ്. നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ അസറ്റ്. നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് എ ബെസ്റ്റ് ബ്രില്യൻറ്റ് വേ. നമ്മളൊരു പക്ഷേ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നാളെ എന്തും സംഭവിക്കാം. ഒരുപക്ഷെ നമ്മൾ കാറ് വാങ്ങിക്കാം. കാറോ വീടോ ബിസിനസ്സോ എന്തും ആവാം. ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ എന്തും നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് എന്നും നമ്മുടെ കയ്യിലുണ്ടാവും. യു ആർ ദ ബെസ്റ്റ്. നമ്മളാണ് ഏറ്റവും വലിയ അസറ്റ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്യുന്ന ജോബ് ഒരുപക്ഷെ അഡ്മിൻ ആവാം, അക്കൗണ്ട് ആവാം, HR ആവാം, എൻജിനീയേഴ്സ് ആവാം, IT ആവാം. നമ്മൾ ചെയ്യുന്ന ജോബ്, ആ ജോബുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കാൻ നമ്മൾ സമയം എമൗണ്ട് മാറ്റി വെച്ചോ? നമ്മൾ പഠിക്കാനുള്ള സമയം സ്പെൻഡ് ചെയ്തോ? എന്നിട്ട് എങ്കിൽ ചെയ്തവരുണ്ടെങ്കിൽ ആ ഏരിയയിൽ നല്ലൊരു അപ്ഗ്രേഡ്, നല്ലൊരു അപ്ഡേറ്റ് അവരിൽ ഉണ്ടായിട്ടുണ്ടാവും. ഷുവർ. കത്തിത്തീരാറായിട്ടുള്ള വിളക്കായി മാറരുത് എന്നുള്ള വലിയൊരു മഹാപണ്ഡിതൻ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നിങ്ങളൊരിക്കലും കത്തിത്തീരാറായിട്ടുള്ള വിളക്കാവരുത്, ഇന്ധനം വേണം. അപ്പോൾ യു ആർ ദ ബെസ്റ്റ് അസറ്റ്. നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ മൂലധനം. നമ്മളാണ് ഏറ്റവും വലിയ ക്യാപിറ്റൽ. നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ഒരു പുതുവർഷം 2026 നമ്മൾ ഏത് ഫീൽഡിലാണോ ആ ഫീൽഡിൽ നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. സപ്പോസ് റീഡിങ്ങിൻ്റെ ഒരു ബുക്ക് വായിക്കുന്ന കാലഘട്ടമൊക്കെ മാറിക്കൊണ്ടിരിക്കുക. സ്ക്രീൻ ടൈം ആണല്ലോ. സ്റ്റിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ പോഡ്കാസ്റ്റുകളുണ്ട്, ഓഡിയോ ബുക്സ് ഉണ്ട്, കുക്ക് പോലത്തെ സ്റ്റോറി, അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ബുക്ക്, ഈ ബുക്സിൻ്റെ പ്ലാറ്റ്ഫോംസൊക്കെ ഉണ്ട്. അതിലൂടെ നമുക്ക് പഠിക്കാം. ഒരു ദിവസം 50 മിനിറ്റ്സ് കാറിലോ ബസ്സിലോ ട്രെയിനിലോ ഓഫീസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് ഒരുപാട് അപ്ഗ്രേഡ് ചെയ്യാം. നമ്മൾ വർക്ക് ചെയ്യുന്ന ഫീൽഡ് ഏതാണ്? ഒരുപക്ഷെ ബിസിനസ് ആണെങ്കിൽ എങ്ങനെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാം. എനിഹൗ നമ്മുടെ സമയത്തെ നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. റീഡിംഗ് ആയിട്ടും നോളജ് അക്വയർ ചെയ്യുന്ന രൂപത്തിലേക്കും ആ രൂപത്തിൽ ഈ ഒരു പുതുവർഷം പുതിയ ഒരുപാട് നല്ല മേച്ചിൽപ്പുറങ്ങൾ തേടി ഒരുപാട് വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പുതിയ കാലത്ത് നമ്മളെ ജോബും ബിസിനസ്സും അതൊക്കെ